ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു വടയുടെ റെസിപ്പിയാണ് കേട്ടോ. പൊക്ക വടയാണ് നമ്മൾ തയ്യാറാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത്രയും ചേരുവകൾ വെച്ചിട്ടാണ് നമ്മൾ വട തയ്യാറാക്കുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള വടയാണ്. അതായത് സവാളയുണ്ട്, അതുപോലെ തന്നെ ഇഞ്ചി നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, പിന്നെ കറിവേപ്പിലയുണ്ട്, മല്ലിച്ചപ്പുണ്ട്, പച്ചമുളകുണ്ട്, ചുവന്ന ചീര ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, പച്ച ചീര ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട്, മത്തൻ്റെ ഇലയാണ് ഒന്ന് കട്ട് ചെയ്തിട്ടുള്ളത്, പിന്നെ പയറിൻ്റെ ഇല കട്ട് ചെയ്തിട്ടുണ്ട്, കറിവേപ്പില കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മുരിങ്ങ ഇല കിട്ടുകയാണെങ്കിൽ അത് ചേർക്കാം കേട്ടോ. മുരിങ്ങ ഇല നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത്രയും ഇലകൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇലകളൊക്കെ കൂടെ നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. മാറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യമായുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇലകൾ ചേർത്ത്, കാരണം നല്ല ഹെൽത്തി ആയിട്ടുള്ള പൊക്കവടയാണ് കേട്ടോ നമ്മൾ തയ്യാറാക്കുന്നത്. എത്ര ഇലകളാണോ കിട്ടുക അത്ര ഇലകൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് നമ്മൾ ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തു, കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് പിന്നീട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കടലമാവ് ചേർത്ത് കൊടുക്കണം. ഞാൻ ഇവിടെ 3/4 കപ്പ് കടലമാവാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇത് 1/2 കപ്പാണ്. ഇനി 1/4 കപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ 1/4 കപ്പ് മൈദ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് കൈ ഉപയോഗിച്ചിട്ട് നല്ല പോലെ മിക്സ് ചെയ്യണം കേട്ടോ. കാരണം നമ്മൾ കൈ ഉപയോഗിച്ച് മിക്സ് ചെയ്യുന്ന സമയത്താണ് ഈ ഇലകളുടെ ഫ്ലേവറൊക്കെ നമ്മുടെ ഈ മാവിലേക്ക് ഇറങ്ങി ചെന്നിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുക്കുക. വെള്ളം ഓവർ ആവരുത്. വെള്ളം നോക്കിയതിന് ശേഷം കുറേശ്ശെ ഒഴിച്ചിട്ട് വേണം കൈ ഉപയോഗിച്ചത് ഇതുപോലെ മിക്സ് ചെയ്യണം കേട്ടോ. ഉള്ളിയും അതുപോലെ തന്നെയാണ് എല്ലാ ഇലകളും നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് ഇറങ്ങി വരണം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ നമ്മൾ മാവ് തയ്യാറാക്കി വെച്ചിട്ടുള്ളത്. വെള്ളം എപ്പോഴും ഓവർ ആവാതെ നോക്കണം. ഇനി നമുക്ക് ഇതൊന്ന് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇവിടെ അരമണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മൾ വീട്ടിൽ തന്നെ ആട്ടിയ വെളിച്ചെണ്ണയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഉള്ളി വടയും പൊക്ക വടയൊക്കെ തയ്യാറാക്കാൻ വെളിച്ചെണ്ണ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഓരോ 1/4 ടീസ്പൂൺ വീതം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ തീ നല്ല ചൂടിലാണ് വെച്ചിട്ടുള്ളത്. ഇനി ആവശ്യത്തിനനുസരിച്ച് നമുക്ക് തീ കുറച്ച് കൊടുക്കാം. ഒന്ന് തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് തീ ചൂടൊന്ന് കുറച്ച് വെച്ച് കൊടുക്കണം കേട്ടോ. മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കാം. കാരണം നമ്മുടെ ഇലകളൊക്കെ ഒന്ന് വെന്ത് വരണമല്ലോ. ഇപ്പോൾ ഏകദേശം കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കണ്ടോ നമ്മുടെ പൊക്കവട നല്ല സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാ വടയും ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇതുപോലെ തയ്യാറാക്കി നോക്കുക. നമുക്ക് എത്ര ഇലകളാണ് കിട്ടുന്നത് അത്ര ഇലകൾ വെച്ചിട്ട് പൊക്കവട തയ്യാറാക്കാം. നല്ല ടേസ്റ്റാണ്, അതുപോലെ തന്നെ ഹെൽത്തിയുമാണ്. ഇതിപ്പോൾ നമ്മുടെ 2ാമത്തെ ട്രിപ്പാണ് കേട്ടോ. മീഡിയം ഫ്ലെയിമിലാണ് തീ വെക്കേണ്ടത്, മറക്കരുത്. ലോ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പൊക്കവടയൊക്കെ എണ്ണ കുടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലെ ഫുള്ളായിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പൊക്കവട കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല സ്മെല്ലൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് നല്ല ഒരു റെസിപ്പിയാണ്. കാരണം എല്ലാ ഇലകളും വെച്ചിട്ടാണ് നമ്മൾ പൊക്കവട തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇലകളൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾ വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ.